ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് UGC നെറ്റ് എക്സാമിൻ്റെ പേപ്പർ 1 ഫസ്റ്റ് മൊഡ്യൂൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. സോ ഇത് ഞാൻ പാർട്സ് ആക്കി വെച്ചിരുന്നു. പാർട്ട് 1 ഉണ്ട്, പാർട്ട് 2 ഉണ്ട്. സോ നമുക്ക് ഫസ്റ്റ് നോക്കാം. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. എന്താണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്? ഇറ്റ് റെഫേഴ്സ് ടു ദ ക്വാളിറ്റി ഓഫ് എ ടീച്ചർ. ഒരു ടീച്ചർ ആവാനുള്ള യോഗ്യതകൾ, എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് വേണ്ടത്, by virtue of which he or she teaches his or her students. There are various teaching aids, teaching methodologies ഉണ്ട്, ടീച്ചിങ് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതെല്ലാം കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണിത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. എന്തൊക്കെ ക്വാളിറ്റീസ് വേണം, എന്തൊക്കെ മെത്തഡോളജീസ് യൂസ് ചെയ്യണം, എന്തൊക്കെ സ്ട്രാറ്റജീസ് ഉണ്ട്, അതാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ പറയുന്നത്. സോ ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് എന്താണ്? ടു ബ്രിങ് ഡിസൈഡ് ചേഞ്ചസ് ഇൻ സ്റ്റുഡൻസ് ആറ്റിറ്റ്യൂഡ്. അപ്പോൾ നമ്മൾ ടീച്ചർ ആകുമ്പോൾ തന്നെ പാഠം പഠിപ്പിക്കുമ്പോൾ ആദ്യം നമുക്ക് ഒരു കരിക്കുലം എന്ത് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോഴും നമുക്ക് കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവണം. സോ ഒരു ഡിസൈഡ് ചേഞ്ചസ് സ്റ്റുഡൻസിൻ്റെ ആറ്റിറ്റ്യൂഡിൽ വരാൻ, ആൻഡ് ടു ഷേപ്പ് ബിഹേവിയർ ആൻഡ് കണ്ടക്ട് ഓഫ് സ്റ്റുഡൻറ്. കുട്ടികളുടെ ബിഹേവിയറും കണ്ടക്റ്റിലും ഒരു മാറ്റം വരുത്താൻ. ടു ഡെവലപ്പ് ചിൽഡ്രൻ ഇൻറ്റു എൻ എഫിഷ്യൻറ്റ് മെമ്പർ ഓഫ് സൊസൈറ്റി. സൊസൈറ്റിക്ക് വാല്യൂ ഉള്ള ഒരു കുട്ടികളായിട്ട് ആളുകളെ മാറ്റാൻ. ടു ഡെവലപ്പ് കൺസെപ്ച്വൽ ഇന്റലക്ച്വൽ ആൻഡ് സബ്ജക്ട് സ്പെസിഫിക് സ്കിൽസ്. സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടും ഇന്റലക്ച്വൽ ആയിട്ടുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ. ടു ഡെവലപ്പ് അണ്ടർസ്റ്റാൻഡിങ്. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള ഒരു പ്രാപ്തി കുട്ടികളെ എത്തിക്കാൻ. ലെവൽസ് ഓഫ് ടീച്ചിങ്. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 3 ലെവൽസ് ഓഫ് ടീച്ചിങ് ഉണ്ട്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നെറ്റ് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. മെമ്മറി ലെവൽ, അണ്ടർസ്റ്റാൻഡിങ് ലെവൽ, റിഫ്ലക്റ്റീവ് ലെവൽ എന്താണ്, അതേപോലെ ആയിട്ട് ഒബ്ജക്റ്റീവ്സ് ചോദിക്കാം. സോ ഇത് നമ്മളൊരു ഇൻഡെപ്ത് ആയിട്ട് ഇത് നമ്മൾ നോക്കുന്നുണ്ട്. So memory level of teaching. Memory level of teaching, it is also called Herbert's teaching model. കാരണം ഇതിന്റെ മെയിൻ പ്രോപ്പർ എന്ന് പറയുന്നത് ഹെർബർട്ട് ആണ്. ആൻഡ് ദിസ് ഈസ് ദ ഫസ്റ്റ് ലെവൽ. നമ്മൾ പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യത്തെ ലെവൽ എന്ന് പറയുന്നത് ഇതാണ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് തോട്ട്ലെസ് ടീച്ചിങ്. ഇതിൽ ചിന്തയില്ല, വെറുതെ എന്താ പറയുക, ഒരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു, അത് കുട്ടികൾ മനഃപ്പാഠമായി പഠിക്കുന്നു. ആ കുട്ടികൾ ഇവിടെ ചിന്തിക്കുന്ന ഒരു കാര്യം. ആൻഡ് ഇറ്റ് ഫോക്കസ് ഓൺ മെമ്മറൈസേഷൻ. കുട്ടികൾ ഇത് ഓർത്ത് വെക്കുക. മെമ്മറിയാണ് ഇതിന്റെ മെയിൻ ഇമ്പോർട്ടൻറ്റ്. യൂസ്ഡ് ഇൻ ലോവർ ക്ലാസ്സസ്. ചെറിയ ക്ലാസ്സസിലാണ് ഇത് നമ്മൾ യൂസ് ചെയ്തത്. ഇറ്റ് ഫോക്കസ് ഓൺ റോട്ട് ലേണിംഗ്. റോട്ട് ലേണിംഗ് എന്ന് എന്താ, നമ്മൾ റിപ്പീറ്റ് ആയിട്ടൊരു സംഭവം കേട്ടോണ്ടിരിക്കുമ്പോൾ അത് മെമ്മറൈസ് ചെയ്ത് വെക്കുക. ചില ഇൻഫർമേഷൻസ് ആൻഡ് ഫോർമുലാസ്, ഇതൊക്കെ നമ്മൾ എന്താ അതിന്റെ മീനിങ് അല്ലെങ്കിൽ അതിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാതെ ജസ്റ്റ് എന്താ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. So teachers' main aim is to make students recall and reproduce the learned material. ഇതില് ടീച്ചറിന്റെ മെയിൻ എയിം എന്താണ്? കുട്ടികൾ ഞാൻ എന്താ പറഞ്ഞു കൊടുത്തത് കുട്ടികൾക്ക് എന്താണ് തിരിച്ച് ഇങ്ങോട്ട് പറയാൻ കഴിയണം, റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയണം. അല്ല കുട്ടികളോട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആൻസറും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, ആ ആൻസർ കുട്ടികൾക്ക് ഇങ്ങോട്ട് പറയാൻ കഴിയണം. ഇറ്റ് എംഫസൈസ് റിമെമ്പറിങ് ആൻഡ് റീറ്റെയിനിങ്. ഇതാണ് മെമ്മറി ലെവലിന്റെ ഇമ്പോർട്ടന്റ്. റിമെമ്പറിങ് ആൻഡ് റീറ്റെയിനിങ് നോളജ്. നമ്മൾ ഒരു കാര്യം ഓർത്ത് വെക്കുക, അതേപോലെ തിരിച്ച് പറയാൻ കഴിയുക. ഇതിൽ അണ്ടർസ്റ്റാൻഡിങ്ങോ അപ്ലൈയിങ് ലെവലോ ഒന്നും വരുന്നില്ല. ജസ്റ്റ് നമ്മൾ ഓർത്ത് വെക്കുക, റിപ്പീറ്റ് ചെയ്യാൻ കഴിയുക. ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ ടു ഹെൽപ്പ് സ്റ്റുഡൻറ് റിമെമ്പർ ഫാക്ട്സ്, ടേംസ്, റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ്. ചില റൂളുകളും പ്രിൻസിപ്പിൾസും ചില കാര്യങ്ങളൊക്കെ എന്താണ് ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചതാണ്. ടു ഡെവലപ്പ് ദ ഹാബിറ്റ് ഓഫ് റീകോൾ ആൻഡ് റിപ്പിറ്റേഷൻ. ഒരു കാര്യം ഓർത്തെടുക്കാനും റിപ്പീറ്റ് ചെയ്യാൻ കഴിയുന്ന ആ ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കാനാണ്. സോ ഇതൊക്കെ നമുക്ക് LKG UKG ബേസ്ഡ് കുട്ടികളെ നമുക്കാണ്. ABCD നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. അവർ അതേപോലെ തന്നെ എന്താട്ടും അത് ഓർത്ത് റിപ്പീറ്റ് ചെയ്ത് തരും. ടു ബിൽഡ് എ ഫൗണ്ടേഷൻ ഫോർ ഹയർ ലെവൽസ് ഓഫ് ലേണിംഗ്. ഞാൻ പറഞ്ഞു ഇത് ഫസ്റ്റ് ലെവൽ ഓഫ് ലേണിംഗ് ആണ്. ആദ്യം നമ്മൾ എന്താണ് ചില കാര്യങ്ങൾ ഇപ്പൊ ABCD ആവട്ടെ 1 2 3 ആവട്ടെ കുട്ടികൾ ജസ്റ്റ് എന്താക്കണം നമ്മൾ പറഞ്ഞു കൊടുക്കണം, അവരത് റീകോൾ ചെയ്ത് റിപ്പീറ്റ് ചെയ്യണം. പിന്നെയാണ് ഇത് വെച്ചിട്ട് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുക അല്ലേ. സോ ദിസ് ഈസ് എ ഫൗണ്ടേഷൻ ലെവലാണ്. സൈക്കോളജിക്കൽ ബേസിസ്. ഈ ഒരു മെമ്മറി ലെവൽ എന്ന് പറയുന്നത് നമ്മുടെ ഹെൻറി തോണ്ടിന്റെ സ്റ്റിമുലസ് റെസ്പോൺസ് തിയറി ആയിട്ട് റിലേറ്റഡ് ആണ്. എന്താണ് സ്റ്റിമുലസ് റെസ്പോൺസ് തിയറി അല്ലെങ്കിൽ ബിഹേവിയറിസ്റ്റ് തിയറി എന്ന് പറയുന്നത്? നമ്മളൊരു കാര്യം, ഒരു സംഭവം നമ്മൾ എന്താട്ടും ഇപ്പോൾ അവർക്ക് ചെയ്തു കൊടുക്കുമ്പോൾ അതിന്റെ റെസ്പോൺസ് ഇതാണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കും. അപ്പൊ എന്താവും, കുട്ടികൾ വീണ്ടും അതേപോലെ നമ്മൾ അതൊരു ഹാബിറ്റ് ആക്കി എടുത്തു കഴിഞ്ഞാൽ അവരെന്താട്ടും അത് ഓർത്ത് അവർ തിരിച്ച് ആൻസർ പറയും. സോ ടീച്ചറോട് ഒരു സ്റ്റിമുലസ് കൊടുക്കും, എന്താണ് ഒരു ക്വസ്റ്റ്യൻ കൊടുക്കും, സ്റ്റുഡൻസ് എന്താട്ടും അതിന് റെസ്പോൺസ് ചെയ്യും, അതിന്റെ ആൻസർ പറയും.
ആൻഡ് ടീച്ചേഴ്സ് റോൾ, ഇതിൽ ടീച്ചർ റോൾ എന്താണ്? ടീച്ചറാണ് ഇവിടെ ഡോമിനന്റ് ആയിട്ടുള്ളത് അല്ലെ. അതേപോലെ ടീച്ചറാണ് ഇതിൽ ആക്റ്റീവ്. കുട്ടികൾ വലിയ ആക്റ്റീവ് അല്ല, കുട്ടികൾ ടീച്ചർ പറയുന്നത് കേട്ടാൽ മാത്രം മതി. ടീച്ചർ കൺട്രോൾസ് ദ ക്ലാസ് ആൻഡ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ, ടീച്ചറാണ് എല്ലാ ഇൻഫർമേഷൻ നൽകുന്നത്, ടീച്ചറാണ് ക്ലാസ് കൺട്രോൾ ചെയ്യുന്നത്. ടീച്ചർ ഡിസൈഡ്സ് വാട്ട് ടു ടീച്ച് ആൻഡ് ഹൗ ടു ടീച്ച്, എന്ത് പഠിപ്പിക്കണം എങ്ങനെ പഠിപ്പിക്കണം എന്നൊക്കെ ടീച്ചറാണ്. സ്റ്റുഡൻസ് മെയിൻലി ലിസൺ, റീഡ് ആൻഡ് റിപ്പീറ്റ്, ഇതാണ് കുട്ടികൾ ചെയ്യുന്നത്. കേൾക്കും, വായിക്കും, റിപ്പീറ്റ് ചെയ്യും, ജസ്റ്റ് റീകോളിംഗ്. ഇനി ലേണേഴ്സ് റോൾ എന്താണ്? നമ്മളിവിടെ പറഞ്ഞു പാസീവ് റിസീവർ ഓഫ് നോളജ് ആണ്. ഇവിടെ ഒരു കാര്യം തിങ്കിങ് പ്രോസസ് എന്ന് പറയുന്നത് ലേണറിന്റെ എന്താ പറയുക ബ്രെയിൻ നടക്കണേ ഇല്ല, ജസ്റ്റ് എന്തായിട്ടാണ് റീകോൾ ചെയ്യാന്നുള്ള മാത്രമാണ് അവർ ചെയ്യുന്നത്. എക്സ്പെക്ടഡ് ടു മെമ്മറൈസ് ആൻഡ് റീപ്രൊഡ്യൂസ് ഫാക്ട്സ് അക്യുറേറ്റ്ലി. ഇനി ടീച്ചിങ് മെത്തേഡ്സ് യൂസ്ഡ്, ലെക്ചർ യൂസ് ചെയ്യാം, ഡ്രിൽ ആൻഡ് പ്രാക്ടീസ്, റെസിറ്റേഷൻ, റോട്ട് മെമ്മറൈസേഷൻ, ക്വസ്റ്റ്യൻ ആൻസർ മെത്തേഡ്. സോ ഇതൊക്കെയാണ് ഇതിൽ യൂസ് ചെയ്യുന്ന ടീച്ചിങ് മെത്തേഡ്സ്. ലേണിംഗ് ഔട്ട്കംസ് എന്തൊക്കെയാണ്? നോളജ് ഓഫ് ഫാക്ട്സ്, ഡെഫിനിഷൻ, റൂൾസ്, ലോ ആൻഡ് ഫോർമുല. ഞാൻ പറഞ്ഞില്ലേ ചില കാര്യങ്ങൾ നമ്മൾ റൂൾസ്, ലോസ് നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ അനലൈസ് ചെയ്യാനൊന്നും ഇല്ലാത്ത ചില കാര്യങ്ങൾ, അതാണ് നമ്മളിതിൽ പഠിക്കാൻ നോക്കുന്നത് മെമ്മറി ലെവലില്. എബിലിറ്റി ടു റീകോൾ ആൻഡ് റീപ്രൊഡ്യൂസ് ഇൻഫർമേഷൻ, ഓർമ്മ ശക്തി, അത് ഇതിൽ നോക്കുന്നുണ്ട്. ലിറ്റിൽ അണ്ടർസ്റ്റാൻഡിങ് ഓർ അപ്ലിക്കേഷൻ ഓഫ് കൺസെപ്റ്റ്, പക്ഷെ നമ്മളൊരു കാര്യം വേറൊരു കാര്യത്തിലോട്ട് അപ്ലൈ ചെയ്യാനൊന്നും ഈ ഒരു കാര്യത്തിൽ നമ്മൾ മെമ്മറി ലെവലിൽ നമ്മൾ നോക്കുന്നില്ല. ഇനി മെറിറ്റ്സ്, യൂസ്ഫുൾ ഫോർ ടീച്ചിങ് ബിഗിനേഴ്സ് ആൻഡ് സ്മാൾ ചിൽഡ്രൻസ്. ആദ്യമായിട്ട് പഠിക്കാൻ വരുന്ന LKG UKG കുട്ടികൾക്കാണ് ഇത് കൂടുതൽ ബെനിഫിറ്റ് വരിക. ഹെൽപ്സ് ഇൻ ലേണിംഗ് ബേസിക് ഫാക്ട്സ് ആൻഡ് ഫൗണ്ടേഷൻ ആൻഡ് നോളജ്, ക്വിക്ക് ആൻഡ് ഈസി ടു ഇവാലുവേറ്റ്, ഫോംസ് ദ ബേസിസ് ഫോർ ഹയർ ലേണിംഗ്. സെയിം കാര്യം തന്നെയാണ്. ഡീമെറിറ്റ്സ് എന്തൊക്കെയാണ്? നോ ഡെവലപ്മെന്റ് ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ്, ഇതാണ് ക്രിയേറ്റിവിറ്റി, ക്രിട്ടിക്കൽ തിങ്കിങ് എന്താണ് ഇവിടെ നടക്കുന്നില്ല. ലേണിംഗ് ഈസ് മെക്കാനിക്കൽ ആൻഡ് ടെമ്പററി, ഇതൊരു മെക്കാനിക്കൽ പ്രോസസ്സായി പോവാണ്. ടീച്ചർ എന്ത് പറയുന്നു അത് കുട്ടികൾ പഠിക്കുന്നു, റീകോൾ ചെയ്ത് പറയുന്നു. സ്റ്റുഡൻസ് മേ ഫോർഗെറ്റ് ക്വിക്ലി ആഫ്റ്റർ എക്സാം, ഇതെന്താണ് എക്സാം ഫോക്കസ്ഡ് മാത്രമാണ്. കാരണം കുറച്ചു നേരം ഈ ഒരു ഓർമ്മ ഉണ്ടാവുള്ളൂ, നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് നമുക്ക് മനസ്സിലാവാതെ റിപ്പീറ്റ് ചെയ്ത് പഠിച്ച കാര്യങ്ങളൊക്കെ എക്സാം കഴിഞ്ഞ് നമ്മൾ എന്താട്ടും മറന്നു പോകും. പാസീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് ലേണേഴ്സ് എന്താണ്? ഇതിൽ പാസീവ് ആണ്. ഡസ് നോട്ട് പ്രൊമോട്ട് അണ്ടർസ്റ്റാൻഡിങ് ഓർ പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സ്കിൽസ് ഒന്നും ഇതിന് കിട്ടുന്നില്ല. ഇനി എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് എന്താട്ടാ ഇത് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരിക. ഇപ്പൊ മെമ്മറൈസിങ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ, ഇത് ഏത് ലെവൽ ഓഫ് ടീച്ചിങ് ആണ് ചോദിക്കും. സോ എന്താണ്? മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് ആണ്. സോ അങ്ങനെ എക്സാമ്പിൾസ് വെച്ചിട്ട് ചോദിക്കാം ഇത് ഏത് ലെവലാണെന്ന്, അല്ലെങ്കിൽ ഇതിന്റെ ക്യാരക്ടർ സ്കെച്ച് വെച്ച് നിങ്ങളോട് ചോദിക്കാം ഇത് ഏത് ലെവലാണെന്നുള്ളത്. ലേണിംഗ് ഡെഫിനിഷൻസ് ഇൻ സയൻസ്, സയൻസിന് വെറും ഡെഫിനിഷൻസ് നമ്മൾ പഠിക്കുന്നതിനാണ്, അത് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. സോ എന്താണ്? മെമ്മറി ലെവലാണ്. റിമെമ്പറിങ് ഡേറ്റ്സ് ഇൻ ഹിസ്റ്ററി, ഒരു ആവശ്യമില്ല നമുക്ക്, ജസ്റ്റ് നമ്മൾ എന്തിനാണ് റീകോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. ലേണിംഗ് സ്പെല്ലിങ്സ് ആൻഡ് ഗ്രാമർ റൂൾസ്, ഇതൊക്കെ എന്താണ്? മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് ആണ്. ഇനി സെക്കൻഡ് വൺ, അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ്. എന്താണ് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ്? ഇറ്റ് ഈസ് ദ ഇന്റർമീഡിയറ്റ് ലെവൽ ഇൻ ദ ഹയറാർക്കി ഓഫ് ടീച്ചിങ്. It comes after memory level and is superior to it. At this level, the learner goes beyond memorization to actually grasp the meaning, concept and relationship between facts. ഇതാണ് മെമ്മറൈസേഷൻ മാത്രമല്ല നടക്കുന്നത്, അവരതിന്റെ അർത്ഥം മനസ്സിലാക്കുകയും ആ കൺസെപ്റ്റ് മനസ്സിലാക്കുകയും അതും വേറൊരു കൺസെപ്റ്റ് തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അവർക്ക് ഒരു ഐഡിയ കിട്ടുകയും ചെയ്യുകയാണ്. കോംപ്രിഹെൻഡ് ഐഡിയാസ് ആൻഡ് പ്രിൻസിപ്പിൾസ്, കോംപ്രിഹെൻഡ് ചെയ്തെടുക്കുക. ഒരു കാര്യം വായിച്ചിട്ട് നമുക്കത് സമ്മറൈസ് ചെയ്ത് പറയാനുള്ള കഴിവുണ്ടല്ലോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത് നടന്നത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കഴിവ്, അല്ലെങ്കിൽ ഒരു കാര്യവും ഇപ്പോൾ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡോഗ് ആൻഡ് കാറ്റ്, ആ ഡിഫറൻസ് പറയാൻ കഴിയുന്നതും ഇതൊക്കെ എന്താണ്? അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ്. To develop understanding and insight among students, to enable learners to use knowledge meaningfully, to help students see a relationship between facts and ideas, to move learning from knowing what to knowing why and how. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ എന്താ പറയാ ഒന്ന് ജസ്റ്റ് വായിച്ചു വിട്ടാൽ മതി. കാരണം വെച്ചാൽ അതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സും മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വായിച്ചു തന്നെ മനസ്സിലാവും എന്താന്ന്. ഞാൻ പറഞ്ഞില്ലേ മെമ്മറി ലെവൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മള് പഠിക്കുക, റിപ്പീറ്റ് ചെയ്യുക, ഇത് മാത്രമാണ്. അതൊന്നും നമ്മളൊരു തിങ്കിങ് പ്രോസസ്സോ ക്രിട്ടിക്കൽ തിങ്കിങ് പ്രോസസ്സോ ഒന്നും അവിടെ നടക്കുന്നില്ല. അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ആകുമ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാനും എക്സ്പ്ലെയിൻ ചെയ്യാനും ഒരു കാര്യം വായിച്ചത് സമ്മറൈസ് ചെയ്യാന് ഡിസ്ക്രൈബ് ചെയ്യാന് ഈ വാക്കുകൾ അതൊക്കെ എന്താണ് നമുക്ക് നടക്കും.
നെക്സ്റ്റ് വൺ, ഇതിൽ ടീച്ചേഴ്സ് റോൾ എന്താണ്? ഇറ്റ് ആക്ട് ആസ് എ ഗൈഡ്, ഫെസിലിറ്റേറ്റർ, എക്സ്പ്ലെയിനർ. ഇതിൽ ഒരു ഗൈഡായിട്ട് മാറും. ടീച്ചർ ഇവിടെ ഡോമിനന്റ് അല്ല. കുട്ടികൾ ചോദിക്കുന്ന ചോദ്യത്തിന് എക്സ്പ്ലെയിൻ ചെയ്ത് അവരെന്തായിട്ട് ഏത് വഴിയിലൂടെ പോകണമെന്ന് ഗൈഡ് ചെയ്യുന്ന ഒരാളായിട്ട് മാറാണ്. ഹെൽപ്സ് ലേണേഴ്സ് അണ്ടർസ്റ്റാൻഡ് ദ സബ്ജക്ട് മാറ്റർ ലോജിക്കലി. അവർക്ക് എന്തായിട്ട് ഇങ്ങനെ കണക്ഷൻസ് വെച്ച് പഠിപ്പിച്ചു കൊടുക്കുക. ഓരോരോ കാര്യം കണക്ഷൻസ് വെച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ തുടങ്ങും. യൂസസ് എക്സാമ്പിൾസ്, ഇല്ലസ്ട്രേഷൻ, എക്സ്പ്ലനേഷൻ. ഇപ്പൊ നമ്മൾ എന്തായിട്ടും ദ സ്കൈ ഈസ് ബ്ലൂ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് അങ്ങനെ എന്തായിട്ടും കാണിച്ചു കൊടുക്കും, ഇല്ലസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കും. എൻകറേജസ് ക്വസ്റ്റ്യനിങ് ആൻഡ് ഡിസ്കഷൻ. കുട്ടികളോട് ചോദ്യം ചോദിക്കാൻ നമ്മൾ എന്തായിട്ടും എൻകറേജ് ചെയ്യും. അതേപോലെ ഡിസ്കസ് ചെയ്യാൻ, ഒരു കാര്യം നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് റെയിൻ, ഹൗ റെയിൻ കംസ്, ഇതൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഡിസ്കസ് ചെയ്യാനും അവരുടെ ക്വസ്റ്റ്യനുകൾ ഉത്തരം നൽകാനും നമ്മൾ നോക്കും. ലേണേഴ്സ് റോൾ എന്ന് പറയുന്നത് ആക്റ്റീവ് പാർട്ടിസിപ്പന്റ് ആയിട്ട് മാറാണ്. കാരണം കുട്ടികൾ ഇതിലൊന്നുകൂടി എന്താണ് ആക്റ്റീവ് ആണ്. അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കും, അവരവിടെ ചിന്തിക്കും ഈ ടീച്ചർ എന്താ പറയുന്നത്, ആ ടീച്ചർ കമ്പയർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. സോ അതിൽ എന്നിട്ട് അവർക്ക് ഡൗട്ട്സ് ഉണ്ടാവും. ലേൺസ് ടു ഇന്റർപ്രറ്റ്, റീസൺ ആൻഡ് ജനറലൈസ്. പല കാര്യങ്ങളും ടീച്ചർ പറയുന്നത് അവർ ഇന്റർപ്രറ്റ് ചെയ്യാൻ, മനസ്സിലാക്കിയെടുക്കാൻ നോക്കും. അതും മറ്റുള്ള സംഭവങ്ങളായിട്ട് കണക്ട് ചെയ്യാൻ നോക്കും. ട്രൈസ് ടു അപ്ലൈ നോളജ് ഇൻ ന്യൂ കോണ്ടെക്സ്റ്റ്. ഇപ്പൊ അവിടുന്ന് കിട്ടിയ ഒരു നോളജ് ആണ് എന്തായിട്ടും വേറൊരു കോണ്ടെക്സ്റ്റിലും അല്ലെങ്കിൽ വേറൊരു ഐഡിയയിലും അവരത് അപ്ലൈ ചെയ്യാൻ നോക്കും. ഡെവലപ്സ് ലോജിക്കൽ തിങ്കിങ് അവിടെ വരുന്നത്. കണക്ഷൻസ്, റിലേഷൻസ്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുക്കണം ഓരോരോ ഐഡിയാസിലും. ടീച്ചിങ് മെത്തേഡ്സ് യൂസ്ഡ് എന്തൊക്കെയാണ്? ഡിസ്കഷൻ ഉണ്ടാവും, ഇവിടെ എക്സ്പ്ലനേഷൻ, ഡെമോൺസ്ട്രേഷൻ ഉണ്ടാവും, പ്രോബ്ലം സോൾവ്. ഒരു പ്രോബ്ലം തന്നിട്ട് സോൾവ് ചെയ്യാനുള്ള അപ്രോച്ച് ഇതിലുണ്ടാവും. ഇൻഡക്റ്റീവ്, ഡിഡക്റ്റീവ്. എന്താണ് ഇൻഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു സംഭവം നമ്മൾ എന്താ ഓരോന്ന് ഒരു എന്താണ് വലിയ രീതിയിൽ അത് ഡെവലപ്പ് ചെയ്ത് മനസ്സിലാക്കിയെടുക്കുക. അല്ലെങ്കിൽ കുറേ സംഭവങ്ങളും ഒന്നിച്ചെന്നിട്ട് അത് ചെറിയ രീതിക്ക് നമ്മൾ സമ്മറൈസ് ചെയ്ത് ഡിഡക്റ്റ് ചെയ്തെടുക്കുക. ആൻഡ് ക്വസ്റ്റ്യൻ ആൻസർ ആൻഡ് ഇല്ലസ്ട്രേറ്റീവ് എക്സാമ്പിൾസ്. നമ്മൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സും എക്സാമ്പിൾസും ഇല്ലസ്ട്രേഷൻസ് ഒക്കെ യൂസ് ചെയ്യും. ഇതിന്റെ മെറിറ്റ് എന്താണ്? ഡീപ്പർ ആൻഡ് മോർ ലാസ്റ്റിംഗ് ലേണിംഗ് കിട്ടും. ലോജിക്കൽ തിങ്കിങ്, ട്രാൻസ്ഫർ ലേണിംഗ് ടു ന്യൂ സിറ്റുവേഷൻസ് ആൻഡ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ കുട്ടികളിൽ നിന്നുണ്ടാവും. ബിൽഡ്സ് എ സ്ട്രോങ് ഫൗണ്ടേഷൻ ഫോർ റിഫ്ലക്റ്റീവ് തിങ്കിങ്. ഞാൻ പറയാം, അതിങ്ങനെ വേഗം വായിച്ചു പോവാണ്, കാരണം ഇതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി എന്താന്നുള്ളത്. അല്ലാതെ ഇത് ഡീപ്പറായിട്ട് ഇത് ഫുള്ള് നോട്ടും ഇതൊന്നും വൃത്തിക്ക് എഴുതി ഉണ്ടാക്കൊന്നും വേണ്ട. ജസ്റ്റ് എന്താണ് ഡെഫിനിഷനും കുറച്ച് ഈ എക്സാമ്പിൾസ് എന്നുള്ളതൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിക്കോളി. ഡീമെറിറ്റ്സ് എന്താണ്? ഇറ്റ് റിക്വയർസ് മോർ ടൈം ആൻഡ് എഫേർട്ട് ദാൻ റോട്ട് ലേണിംഗ്. റോട്ട് ലേണിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ സമയം ഇതിലെടുക്കുന്നുണ്ട് മനസ്സിലാക്കാൻ. നോട്ട് സ്യൂട്ടബിൾ ഫോർ വെരി യങ് ലേണേഴ്സ്. ഇപ്പൊ ഇങ്ങനെ ചെറിയ കുട്ടികൾക്ക് ഇത് പറ്റില്ല, കാരണം അവർക്കിത് മനസ്സിലാക്കിയെടുക്കാനുള്ള സമയമായിട്ടില്ല. ഡിമാൻഡ് സ്കിൽഡ് ആൻഡ് പേഷ്യൻസ് ടീച്ചർ. പേഷ്യൻ്റ് എന്താ പറയുക, നല്ല ക്ഷമയുള്ള ടീച്ചർമാർക്ക് ഇത് നടത്താൻ കഴിയുള്ളൂ. ആൻഡ് ഡിഫിക്കൽട്ട് ടു ഇവാലുവേറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഒബ്ജക്റ്റീവ്ലി. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് ആൻസർ കിട്ടും, പക്ഷെ എന്താണ് അത് ബൈ ഹാർട്ട് ചെയ്ത കുട്ടി പറഞ്ഞതായിരിക്കാം. പക്ഷെ ഇവിടെ എന്താണ് നമുക്കത് മനസ്സിലാക്കാൻ ഇവാലുവേഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. കാരണം കുട്ടിക്ക് കൺസെപ്റ്റ് കിട്ടിയോന്ന് ചിലപ്പോൾ കുട്ടി ബൈ ഹാർട്ട് ചെയ്ത് പറയണമെന്ന് നമുക്കറിയില്ല. റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്. എന്താണ് റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്? This is the highest and most advanced level of teaching, and this comes after memory and understanding level. ഇവിടെ എന്താണ്? The learners develop the ability to think critically, reason independently and solve problems creatively. എന്നുവെച്ചാൽ ആദ്യം രണ്ടാമത്തെ ലെവലിൽ നമ്മൾ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ലോജിക്കലി പ്രോബ്ലംസ് സോൾവ് ചെയ്യും. നമുക്കിപ്പോൾ ഒരു ഇക്വേഷൻ തന്നു മാത്സിൽ, ആ ഇക്വേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ വാട്ട് ഈസ് ദ സർഫസ് ഏരിയ ഓഫ് എ സിലിണ്ടർ, ആ ഇക്വേഷൻ വെച്ച് നമ്മൾ സോൾവ് ചെയ്യും. പക്ഷേ ഇതിലെന്താണ്, ഇതിൽ നമ്മൾ ക്രിയേറ്റിവിറ്റിയോട് യൂസ് ചെയ്യാണ്. വേറെ എന്താ പറയുക, കുറച്ചുകൂടി ഡീപ്പർ ആയിട്ടുള്ള പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ അത് ഇപ്പൊ എന്താ പറയുക, ഹൈറ്റ് തന്നു, പിന്നെ റേഡിയസ് തന്നിട്ടില്ല, എന്നിട്ട് നമ്മളോട് പറയാണ് 2 സിലിണ്ടർ ഉണ്ട്, ആ 2 സിലിണ്ടർ എന്താക്കണം, അതിന്റെ സർഫസ് ഏരിയ നമ്മൾ ടോട്ടൽ കൂട്ടിയിട്ട് നോക്കണം. അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ എന്താണ്, കുറച്ചും ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് വേണം അല്ലേ. അപ്പോൾ ക്രിയേറ്റീവ് ആയിട്ട് നമുക്ക് എന്താണ് ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ നോക്കണം. അതാണ് റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്. അറ്റ് ദിസ് ലെവൽ ദ ലേണർ ബിക്കം സെൽഫ് ഡയറക്റ്റഡ് ആൻഡ് ഓട്ടോണമസ്. ഇവിടെ ടീച്ചർ എന്ന് പറഞ്ഞ റോള് മിനിമലാണ്, ടീച്ചറിനുള്ള റോള് മിനിമലാണ്. കാരണം കൂടുതലും ഈ കുട്ടിയാണ് കണ്ടുപിടിച്ച് പഠിക്കുന്നത്. ഹി വിൽ റിസർച്ച്, he will do analyzing situations, and he will make decision on logic and reflection. And this is the stage where the learner is encouraged to reflect on and evaluate what they have learned. അവർ എന്താ പഠിച്ചത് അത് അനലൈസ് ചെയ്തൊക്കെ
ഒരു ലേണിന് ഒരു കേപ്പബിലിറ്റി വേണം. ഞാൻ ഇതുവരെ പഠിച്ചു, ഇത്ര പോരാ, ഇതിനാണ്ടി കൂടുതൽ എനിക്ക് ഇതിനെ പറ്റി അറിയണം, പിന്നെ പുതിയ കാര്യങ്ങളോട് ഇത് അപ്ലൈ ചെയ്യാനോ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനോ ഒക്കെ എന്താണ് ആ ലേണറിനൊരു കേപ്പബിലിറ്റി ഇവിടെ വരികയാണ്. ടീച്ചിങ് ഇസ് പ്രോബ്ലം സെന്റർഡ്. ഇതിൽ എന്ത് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിലും പ്രോബ്ലം വെച്ചിട്ടാണ്. ഒരു പ്രോബ്ലം വെച്ചിട്ട് ആ കുട്ടി എന്തായിട്ടും അതിന്റെ സൊല്യൂഷൻ നമുക്ക് പറഞ്ഞു തരും. അത് നമുക്ക് എന്താട്ടാ നല്ല സൊല്യൂഷൻ ആണോ ബാഡ് സൊല്യൂഷൻ ആണോ എന്ന് നമുക്ക് ഡിറക്റ്റ് ചെയ്യാൻ പറ്റും. ആ കുട്ടികളെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ നീയത്തെ സൊല്യൂഷൻ എന്താണ്, ഒന്നുകൂടി ചിന്തിച്ചു നോക്കൂ, അത് കുറച്ചുകൂടി എന്താണ് ആ സൊല്യൂഷനിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാം. വി ആർ ഗിവിങ് ജസ്റ്റ് ഫീഡ്ബാക്ക്. അവർ തരുന്ന സൊല്യൂഷന്റെ നമ്മളൊരു ഫീഡ്ബാക്ക് മാത്രമാണ് ഈ ഒരു ലെവൽ ഓഫ് ടീച്ചിങ്ങിന് കൊടുക്കുന്നത്. പിന്നെ അവരാണ് ആൻസർ കണ്ടുപിടിക്കുക. മെയിൻ ഒബ്ജക്റ്റീവ് ആണ് ക്രിട്ടിക്കൽ തിങ്കിങ് കുട്ടികളിൽ ഉണ്ടാക്കുക, റീസണിങ് എബിലിറ്റി, and to help learners analyze and evaluate ideas, concept and situation, to enable students to apply knowledge in unfamiliar context. നമുക്ക് അറിയാത്തൊരു കോണ്ടെക്സ്റ്റിൽ അവർ പഠിച്ചത് അപ്ലൈ ചെയ്യാൻ നോക്കുക. ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിങ് ഇൻക്രീസ് ചെയ്യുക. ഒറിജിനാലിറ്റി, ക്രിയേറ്റിവിറ്റി ആൻഡ് ഇൻസൈറ്റ്. ഇതിൽ ഒരു ഹെൽപ്പ് എന്ത് നമ്മൾ ടീച്ചറിന് പഠിക്കുന്നത് കുട്ടികൾ സ്വന്തമായിട്ട് അവരുടെ ഒറിജിനൽ അവരുടെ ക്രിയേറ്റീവായ സംഭവത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇവിടെ ടീച്ചർ റോൾ എന്താണ്, ഒരു ഫെസിലിറ്റേറ്റർ ആണ്, ഗൈഡ് ആണ്, അല്ലെങ്കിൽ ഹീസ് ഓൾസോ എ കോ ലേണർ. ഇങ്ങനത്തെ കുട്ടികളിൽ നിന്ന് ടീച്ചർമാർ കുറച്ച് കാര്യങ്ങൾ പഠിക്കും. ബിക്കോസ് they are finding something new at that time, right? And encourage students to question, explore and think critically. കുട്ടികൾ എന്തായിട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കാനും എക്സ്പ്ലോർ ചെയ്യാനും അവരെ എന്താണ് ചിന്തിക്കാൻ പഠിപ്പിക്കുന്ന ആളുകളാണ് ആവുന്നത്, ടീച്ചേഴ്സ് ആവുന്നത്. പ്രൊവൈഡ് സിറ്റുവേഷൻസ് ആൻഡ് പ്രോബ്ലം. നമ്മൾ ജസ്റ്റ് എന്തായിട്ടും പ്രോബ്ലംസും സിറ്റുവേഷൻസും കൊടുക്കുക, അത് ആൻസർ കണ്ടുപിടിക്കേണ്ട ആരാണ്, കുട്ടികളാണ്. പ്രൊമോട്ട്സ് ഇൻഡിപെൻഡന്റ് ഇൻക്വയറി. അവരെന്നെ സ്വന്തമായിട്ട് നമ്മൾ റാദർ ദാൻ സ്പൂൺ ഫീഡിങ് എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കാതെ അവർ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കട്ടെ എന്നുള്ളൊരു ലെവലിലോട്ട് ടീച്ചർ മാറുകയാണ്. ഇവിടെ ലേണേഴ്സ് റോൾ എന്താണ്, ആക്റ്റീവ് ആണ്, ഇൻഡിപെൻഡന്റ് ആണ്, ക്രിയേറ്റീവ് തിങ്കർ ആണ്, സെൽഫ് ഇവാലുവേഷൻ ചെയ്യുന്നുണ്ട്, പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിംഗ്. സോ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുക എന്താണ് ഇത് characteristic of reflective level of teaching ആണ്. സെൽഫ് ഇവാലുവേഷൻ, ക്രിട്ടിക്കൽ തിങ്കിങ്. സോ ഇതൊക്കെ എന്താണ് characteristic of reflective learning ആണ്. ടീച്ചിങ് മെത്തേഡ്സ് എന്തൊക്കെയാണ്, പ്രോബ്ലം സോൾവിങ് യൂസ് ചെയ്യുക, പ്രൊജക്ട് മെത്തേഡ് യൂസ് ചെയ്യുക, ഇൻക്വയറി ബേസ്ഡ്, കേസ് സ്റ്റഡി, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കേസ് സ്റ്റഡി, ബ്രെയിൻ സ്റ്റോമിങ്, റിസർച്ച്, ഈ കീവേഡ്സ് ഒക്കെ ഓർത്ത് വെക്കുക. ഇതൊക്കെ എന്താണ് റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്ങിന്റെ മാത്രമാണ്. Merits: develop critical and creative thinking, self-learning and autonomous reasoning, problem-solving and decision-making, deeper and permanent learning, prepare students for real-life challenges. Same കാര്യങ്ങൾ തന്നെ. Demerits എന്താണ്, ടൈം കൺസ്യൂമിംഗ് ആണ് ആൻഡ് ലാർജ് ക്ലാസ്സസിന് ഇത് സ്യൂട്ടബിൾ അല്ല. എന്തുകൊണ്ടാണ്, കാരണം നമ്മൾ ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഇത് എല്ലാ കുട്ടികൾക്കും കൊടുക്കേണ്ടതുണ്ട് ഈ ഒരു റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്ങിൽ. അപ്പോൾ കുറേ കുട്ടികളുടെ ക്ലാസ്സിൽ നമുക്ക് ഇത് ചെയ്യാൻ കഴിയില്ല, ബിക്കോസ് ഇറ്റ് ഈസ് വെരി ടൈം കൺസ്യൂമിങ്. ആൻഡ് മെച്യൂർ ഇന്റലിജന്റ് ലേണേഴ്സിനാണ് ഇതിന് ആവശ്യമുള്ളത്. ഹൈലി സ്കിൽ ടീച്ചേഴ്സ് വേണം. ആൻഡ് ടു മെഷർ ലേണിംഗ് ഔട്ട്കംസ് അക്യുറേറ്റ്ലി ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. നമുക്ക് ഇതിൽ കറക്റ്റ് കുട്ടികൾക്ക് കിട്ടിയോന്ന്, ക്രിട്ടിക്കൽ തിങ്കിങ് കിട്ടിയോന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂല. ആൻഡ് നോട്ട് സൂട്ടബിൾ ഫോർ ഏർലി സ്റ്റേജസ് ഓഫ് എഡ്യൂക്കേഷൻ. ഇത് നടക്കൂല. എക്സാമ്പിൾസ്: എ സ്റ്റുഡന്റ് അനലൈസിംഗ് ദ കോസ് ആൻഡ് എഫക്ട് ഓഫ് ഗ്ലോബൽ വാർമിംഗ് ആൻഡ് പ്രപ്പോസിംഗ് സൊല്യൂഷൻ. ഒരു കുട്ടി തന്നെ എന്താണ് എന്തുകൊണ്ടാണ് ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവുന്നതെന്ന് മനസ്സിലാക്കിയെടുക്കുക. പക്ഷെ ഇതെന്താണ് കോസ് ആൻഡ് എഫക്ട് ഓഫ് ഗ്ലോബൽ വാർമിംഗ് കണ്ടുപിടിക്കുന്നതാണ് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് ടീച്ചിങ് ആണ്. കാരണം റിലേഷൻ കണ്ടുപിടിക്കുക എന്നത് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് ടീച്ചിങ് ആണ്. പക്ഷേ ആൻഡ് പ്രപ്പോസിങ് സൊല്യൂഷൻ, അതിനുള്ള റീസൺ പറഞ്ഞിട്ട് എന്തൊക്കെ സൊല്യൂഷൻസ് അവരെന്തായിട്ടാണ് ആ കുട്ടി പറഞ്ഞു കൊടുക്കുകയാണ്. ഇതെന്താണ് റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ് ആണ്. ഡിസൈനിങ് എ റിസർച്ച് പ്രൊജക്ട് ടു ടെസ്റ്റ് എ ഹിപ്പോത്തസിസ് ഇൻ സയൻസ്. ഒരു ഹിപ്പോത്തസിസ് ഉണ്ട്, അതിനൊരു റിസർച്ച് പ്രൊജക്ട് ഡിസൈൻ ചെയ്യുക. റിസർച്ച് എന്ന് പറയുമ്പോൾ എന്താണ്, അപ്പൊ തന്നെ നിങ്ങൾ ആലോചിക്കുക ഇറ്റ് ഈസ് റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്. ഇവാലുവേറ്റിംഗ് ദ മോറൽ ഇംപ്ലിക്കേഷൻസ് ഓഫ് എ ക്യാരക്ടേഴ്സ് ആക്ഷൻ ഇൻ ലിറ്ററേച്ചർ. ഇപ്പൊ ഒരു കഥ നമ്മൾ എന്തായിട്ടാ ജസ്റ്റ് പറയുമ്പോൾ ഒരു സമ്മറി, കഥയുടെ സമ്മറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിനെ പറ്റി റിലേറ്റഡ് ആയിട്ട് പറയുമ്പോൾ അതെന്താണ് റിഫ്ലക്റ്റീവ് അല്ല, ഫസ്റ്റ് മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് ആണ്. പക്ഷെ ഒരു കഥ നമ്മൾ കമ്പയർ ചെയ്യുക, അതിനെ എന്താണ് ഒരു കോംപ്രഹെൻസ് ചെയ്തിട്ട് അതിന്റെ അനലൈസ് ചെയ്തിട്ട് കാര്യങ്ങൾ പറയാം, അനലൈസ് ചെയ്യുക. ആ കഥ എന്താണ്, അതിലുള്ള സിമ്പിൾസ് എന്തൊക്കെയാണ്, ഇതൊക്കെ പറയുന്നത് എന്താണ് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് ടീച്ചിങ് ആണ്. ബട്ട് ആ കഥയുടെ ക്യാരക്ടറിന്റെ ആക്ഷൻ കാരണം അതല്ലെങ്കിൽ ഈ സമൂഹത്തിൽ ആ ഒരു ക്യാരക്ടർ
എത്രമാത്രം ഈ സമൂഹത്തിലെ ആളുകളെ പ്രതിബിംബിക്കുന്നു, ഇങ്ങനെ ഒരു സംഭവം പറയാം. അല്ലെങ്കിൽ ഇപ്പത്തെ ഒരു സിറ്റുവേഷൻ, ഈ സ്റ്റോറി, ഈ ഒരു സ്റ്റോറി ഇപ്പത്തെ ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റ് നമുക്ക് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്, ഇതൊക്കെ പറയുന്നത് എന്താണ്? റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ് ആണ്. ഡെവലപ്പിംഗ് എ ബിസിനസ് പ്ലാൻ ബേസ്ഡ് ഓൺ മാർക്കറ്റ് റിസർച്ച് ആൻഡ് റിസ്ക് അനാലിസിസ്. മാർക്കറ്റ് റിസർച്ച് ചെയ്യുക, റിസ്ക് അനാലിസിസ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? അത് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് ടീച്ചിങ് ആണ്. പക്ഷെ അത് വെച്ചിട്ട് ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടാക്കുക എന്ന് പറയുന്നത് എന്താണ്? റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ഐ തിങ്ക് യു ഗോട്ട് എൻ ഐഡിയ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ memory level, understanding and reflective level, right? So let's go to the next topic, classification of instructional objectives. അപ്പോൾ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് രണ്ട് ടൈപ്പ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ബ്ലൂംസ് ടാക്സോണമി മോഡലിലും ഗാഗ്നെ ബ്രിക്സ് ക്ലാസിഫിക്കേഷൻ ഓഫ് ലേണിംഗ് ഔട്ട്കംസും. സോ ഫസ്റ്റ് നമുക്ക് ബ്ലൂംസ് ടാക്സോണമി നോക്കാം. ഇറ്റ് ഈസ് വെരി ഫെമിലിയർ. 1956 ഇത് ബ്ലൂംസ് ഇത് പ്രപ്പോസ് ചെയ്യുന്നത്. ആൻഡ് ദിസ് വാസ് റിവൈസ്ഡ് ഇൻ 2001. സോ ബ്ലൂംസ് ടാക്സോണമിയിൽ 3 ഡൊമെയിൻസ് ഉള്ളത്. ഒന്നാമത്തേതാണ് കോഗ്നിറ്റീവ് ഡൊമെയിൻ, രണ്ടാമത്തത് എഫക്റ്റീവ് ഡൊമെയിൻ, മൂന്നാമത്തത് സൈക്കോമോട്ടർ ഡൊമെയിൻ. കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തിങ്കിങ്, ഇന്റലക്ച്വൽ എബിലിറ്റീസ് ആണ്. എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ്സ്, വാല്യൂസ്, അത് നമ്മൾ ഫീൽ ചെയ്യുന്നത്. സൈക്കോമോട്ടർ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ. സോ കോഗ്നിറ്റീവ് ഡൊമെയിനിൽ ഉള്ള ലെവൽസ് എത്രയൊക്കെ നോക്കാം. കോഗ്നിറ്റീവ് ഡൊമെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ തിങ്കിങ് ഡൊമെയിൻ ആണ്. നമ്മളൊരു കാര്യം ഫസ്റ്റ് നമുക്ക് കിട്ടുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അതാണ് നോക്കുന്നത്. ലെവൽ ഓഫ് ടീച്ചിങ്ങും പിന്നെ അതേപോലെ ലെവൽ ഓഫ് ലേണിങ്സും ഒക്കെ സെയിം ആണ് ആക്ച്വലി. സോ ടീച്ചിങ്ങില് റിമെമ്പറിങ്, ആദ്യം എന്താ ഒരു കാര്യം നമുക്ക് ജസ്റ്റ് റീകോൾ ചെയ്യാനുള്ളൊരു കഴിവ്. സോ റീകോൾ റിസർച്ച് മെത്തേഡ്, ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾസ് ഉണ്ട് UGC നെറ്റ് കോണ്ടെക്സ്റ്റ്. കാരണം എന്ന് വെച്ചാൽ അവർ കൂടുതലും എക്സാമ്പിൾസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചതാണ്. റീകോൾ റിസർച്ച് മെത്തേഡ് എന്ന് പറയുന്നത് ഏത് ഡൊമെയിനിൽ പെട്ടതാണ്, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ടീച്ചിങ് എയ്ഡ്സ് പറയുന്നത് ഏത് ഡൊമെയിനിൽ പെട്ടാന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് പ്രീവിയസ് ഇയറിൽ. സോ റിമെമ്പറിങ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നമ്മൾ ജസ്റ്റ് റീകോൾ ചെയ്തെടുക്കാൻ പറ്റുക. അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം, ചില ഐഡിയാസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നത്. അപ്ലൈ മൂന്നാമത്തെ ലെവൽ എന്ന് പറഞ്ഞത് നമുക്കിപ്പോൾ കിട്ടിയൊരു അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് നമ്മൾ ആ ഒരു നോളേജ് എന്താ വേറൊരു സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്യുക. അനലൈസ് ചെയ്യും, നമ്മൾ എന്തായിട്ടാണ് ഓരോരോ നമുക്ക് കുറേ കാര്യങ്ങൾ കിട്ടി, അത് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എന്താ ഒരു നമുക്ക് പഠിക്കാൻ സുഖത്തിന് അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കാൻ സുഖത്തിനുള്ള പാർട്സ് ആക്കിയിട്ട് നമ്മൾ മാറ്റുന്നത്. ഇവാലുവേറ്റിംഗ്, നമ്മൾ എന്താ ഇത് മേക്കിംഗ് ജഡ്ജ്മെന്റ്സ് ബേസ്ഡ് ഓൺ ക്രൈറ്റീരിയസ്, നമ്മളൊരു ക്രൈറ്റീരിയസ് വെച്ചിട്ട് അത് നമ്മൾ എന്നിട്ട് ഇവാലുവേറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്തു, കുറേ കാര്യങ്ങളായിട്ട് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ നമ്മളൊരു ഡെസിഷൻ എടുക്കുകയാണ്. ക്രിയേറ്റിംഗ്, പിന്നെ നമ്മൾ എന്താ പുതിയൊരു ഒറിജിനൽ വർക്ക് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്ത് എടുക്കുക. അഫക്റ്റീവ് ഡൊമെയിൻ അല്ലെങ്കിൽ ഫീലിംഗ് ഡൊമെയിൻ, ഇത് രണ്ടാമത്തെ ഡൊമെയിൻ ആണ്. ഇതിന്റെ ലെവൽസ് എങ്ങനെയാണെന്ന് വെച്ചാൽ റിസീവിങ്, നമ്മൾ എന്താ ഒരു കാര്യം മനസ്സിലാക്കിയെടുക്കുക, നമുക്ക് കേൾക്കുന്നത് അറ്റൻറ്റീവ്ലി നമ്മൾ കേട്ടുകൊടുക്കുക. റെസ്പോണ്ടിങ്, ഇതൊന്നുകൂടി ഡീപ്പർ ലെവലാണ്, സെക്കൻഡ് ലെവലാണ്. റെസ്പോണ്ടിങ് എന്താ, നമ്മൾ ആ കാര്യം മനസ്സിലാക്കി എടുക്കുക മാത്രമല്ല അതിന് നമ്മൾ എന്നിട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്, അങ്ങനെ ആക്റ്റീവായിട്ട് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. വാല്യൂയിങ് എന്താണ്, നമ്മൾ ആ ഒരു കാര്യം നമ്മൾ ശരിക്കും എന്താ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്കിത് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ പഠിപ്പിക്കുന്ന കാര്യം നമുക്ക് എന്താണ് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളൊരു കമ്മിറ്റ്മെന്റ്, അതാണ് വാല്യൂയിങ്. ഓർഗനൈസിങ്, നമ്മൾ എന്തൊക്കെ കേൾക്കുന്നു അത് നമ്മൾ എന്താ നമ്മൾ എക്സിസ്റ്റിംഗ് നോളേജിലോട്ട് നമ്മൾ എന്താ ഓർഗനൈസ് ചെയ്യുക. ക്യാരക്ടറൈസിങ്, ഇതെന്താണ് നമ്മളെ ക്യാരക്ടറിൽ ഉണ്ടാകുന്ന കുറച്ച് എത്തിക്സ് ഉണ്ട്, പ്രൊഫഷണൽ എത്തിക്സ്, അത് എന്താണ് ഈ ഒരു എഫക്റ്റീവ് ഡൊമെയിനിൽ ഇമ്പോർട്ടൻ്റ് ആണ്. സൈക്കോമോട്ടർ ഡൊമെയിൻ, സോ സൈക്കോമോട്ടർ ഡൊമെയിൻ ഉള്ളത് ഇമിറ്റേഷൻ എന്ന് പറഞ്ഞ ഒരു കാര്യം നമ്മൾ കണ്ടിട്ട് അത് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാം. നമ്മളൊരു കാര്യം ഒരാൾ വർക്ക് ചെയ്യുന്നുണ്ട് അതേപോലെ നമ്മൾ വർക്ക് ചെയ്യുക. മാനിപ്പുലേഷൻ എന്താണ്, നമ്മൾക്ക് ഒരാൾ കൂടെ ഉണ്ടാവും, അണ്ടർ ഗൈഡൻസ് നമ്മൾ വർക്ക് ചെയ്യുക. ചിലപ്പോൾ ടീച്ചിങ് എയ്ഡ്സ് വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യുക. അങ്ങനെ എന്തെങ്കിലും കാര്യം വെച്ചിട്ട് നമ്മൾ അതിന്റെ സഹായത്തോടു കൂടി, അത് ടീച്ചേഴ്സ് ആവട്ടെ അല്ലെങ്കിൽ ടീച്ചിങ് എയ്ഡ്സ് ആവട്ടെ, അത് വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യുക. പ്രിസിഷൻ, ചില കാര്യങ്ങൾ നമ്മൾ ടൈപ്പിംഗ് ആയാലും റൈറ്റിംഗ് ആയാലും ഒക്കെ എന്താണ് നമ്മൾ നല്ല വൃത്തിക്ക് ചെയ്യണം, ആ വൃത്തിനെയാണ് പ്രിസിഷൻ എന്ന് പറയുന്നത്. ആർട്ടിക്കുലേഷൻ, നമ്മൾ പറയുന്നത്
കോർഡിനേറ്റിംഗ് ആക്ഷൻ സ്മൂത്ത്ലി, നല്ല രീതിയിൽ സംസാരിക്കാനുള്ള കഴിവ്, നല്ല രീതിയിൽ നമ്മൾ കോർഡിനേറ്റ് ചെയ്യാനുള്ള കഴിവ്, ഇതാണ് ആർട്ടിക്കുലേഷൻ. നാച്ചുറലൈസേഷൻ, ഇതിലൊക്കെ നമ്മൾ എന്താ മാസ്റ്റർ ആവുക, നല്ല വൃത്തിക്ക് നമുക്ക് എന്താ ഒരു അത് ഫ്ലുവൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ആ കാര്യം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനുള്ള കഴിവുണ്ടാവുക. സോ ഇങ്ങനത്തെ 3 ഡൊമെയിൻസ് ആണ് ബ്ലൂംസ് ടാക്സോണമി. ഇപ്പൊ എന്താണ് നമ്മൾ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് ആണ്, നമ്മളൊരു കാര്യം എങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അപ്പൊ അത് 3 ഡൊമെയിൻ ഉള്ളത്. ഒന്ന് നമ്മള് തിങ്കിങ് ഡൊമെയിൻ ഉണ്ട്, കോഗ്നിറ്റീവ് ഡൊമെയിൻ ഉണ്ട്, അതിലെ ലെവൽസ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇത് ഓരോരോ ബുക്കിൽ ഓരോ രീതിയിൽ നമുക്ക് ഈ ഒരു ടൈറ്റിൽ ഇങ്ങനെ മാറുന്നതാണ്, ചിലത് മാറുന്നതാണ്. പക്ഷെ അതൊന്നും നിങ്ങൾ വറീഡ് ആവണ്ട, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി എടുത്താൽ മതി. റിമെമ്പറിങ്, അണ്ടർസ്റ്റാൻഡിങ്, അപ്ലൈയിങ്, അനലൈസിങ്, ഇവാലുവേറ്റിംഗ് ആൻഡ് ക്രിയേറ്റിംഗ്. അഫക്റ്റീവ് ഡൊമെയിൻ ആകുമ്പോൾ റിസീവിങ്, റെസ്പോണ്ടിങ്, പിന്നെ ചിലതിൽ നമുക്ക് കാണാം അണ്ടർസ്റ്റാൻഡിങ്, അങ്ങനെ ഇവാലുവേറ്റിംഗ്, ഇതൊക്കെ വരുന്നതാണ്. പക്ഷെ ഇത് റിസീവിങ്, റെസ്പോണ്ടിങ്, വാല്യൂയിങ്, ഓർഗനൈസിങ്, ക്യാരക്ടറൈസിങ്. പിന്നെ സൈക്കോമോട്ടർ ഡൊമെയിൻ ആകുമ്പോൾ നമ്മൾ ആദ്യം ഇമിറ്റേറ്റ് ചെയ്യുക, പിന്നെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുക, പ്രിസിഷൻ, ആർട്ടിക്കുലേഷൻ, നാച്ചുറലൈസേഷൻ. സോ ഇതാണ് ബ്ലൂംസ് ടാക്സോണമി മോഡൽ. ഇനി സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ്, അതേതാണ് ഗാഗ്നെ ആൻഡ് ബ്രിഗ്സ് ക്ലാസിഫിക്കേഷൻ ആണ് 1979. ഇതില് ലേണിംഗ് ഔട്ട്കംസിനെ നമ്മൾ 5 ടൈപ്പാക്കി മാറ്റിയേക്കാണ്. സോ എന്തൊക്കെയാണത്? വെർബൽ ഇൻഫർമേഷൻ, ദ എബിലിറ്റി ടു സ്റ്റേറ്റ് ഫാക്ട്സ് ആൻഡ് ഇൻഫർമേഷൻ, അതൊരു ലേണിംഗ് ഔട്ട്കം ആണ്. നമ്മൾ ഈ കാര്യങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഇൻഫർമേഷൻസ് ഇതൊക്കെ റിസൈറ്റ് ചെയ്യാൻ കഴിയാം. നമ്മളെന്ത് നമ്മുടെ മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് പോലെ റിസൈറ്റിംഗ് ഡെഫിനിഷൻസ് ആൻഡ് പ്രിൻസിപ്പിൾസ്. പിന്നെ ഇന്റലക്ച്വൽ സ്കിൽസ്, എബിലിറ്റി ടു അപ്ലൈ റൂൾസ് ആൻഡ് കൺസെപ്റ്റ്. ഇപ്പൊ നമ്മൾ പഠിച്ചത് വേറൊരു കാര്യങ്ങൾക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള കഴിവ്, സോൾവിങ് മാത്തമാറ്റിക്കൽ ഓർ ലോജിക്കൽ പ്രോബ്ലംസ്. പിന്നെ കോഗ്നിറ്റീവ് സ്ട്രാറ്റജീസ് ഉണ്ട്. എന്താണത്? കൺട്രോൾ ഓവർ വൺസ് തിങ്കിങ് ആൻഡ് ലേണിംഗ്. നമ്മൾ പഠിക്കുന്നത്, നമ്മൾ ഒരു കാര്യം ഇത് തെറ്റാണെന്ന് നമുക്ക് പറഞ്ഞു തന്നാൽ അത് നമ്മൾ ചിന്തിക്കാം തെറ്റാണോ ശരിയാണോ എന്നല്ല. ആ കഴിവാണ് കോഗ്നിറ്റീവ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. യൂസിങ്, നോട്ട് ടേക്കിംഗ്, സമറൈസിങ് മെത്തേഡ്സ്. ആറ്റിറ്റ്യൂഡ്സ്, എന്താണ് ആറ്റിറ്റ്യൂഡ്? നമ്മുടെ പ്രിഫറൻസ് ആൻഡ് ചോയ്സ് ടുവേർഡ്സ് ലേണിംഗ്. ചിലപ്പോൾ നമ്മളെ ആറ്റിറ്റ്യൂഡ് എന്താണ് നമ്മുടെ ലേണിങ്ങിനെ എഫക്ട് ചെയ്യാം. നമ്മൾ എന്താ പറയുക, ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്തായിട്ടുള്ളൂ ആ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എന്താവാം, ചിലപ്പോൾ ബയാസോ പ്രജുഡിസോ ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. മോട്ടോർ സ്കിൽ, ഫിസിക്കൽ ആക്ഷൻസ് ആൻഡ് പെർഫോമൻസ്. ഇപ്പൊ ചില കാര്യങ്ങൾക്ക് നമുക്ക് ഡയഗ്രാം, ലാബ് ടൂൾസ് യൂസ് ചെയ്യാനൊക്കെ നമ്മുടെ ഫിസിക്കൽ എബിലിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്.